Dear students, second year third chapter Electrochemistry first video എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റെഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ചാപ്റ്റർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി എന്താണെന്നും ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ പറ്റിയും ഇലക്ട്രോകെമിക്കൽ സെല്ലിന് ഉദാഹരണമായ ഡാനിയൽ സെല്ലിനെ പറ്റിയും നമുക്ക് വിശദമായി കാണാം. എന്താണ് ഇലക്ട്രോകെമിസ്ട്രി? സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നതിനെ പറ്റിയും പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഇലക്ട്രോകെമിസ്ട്രി. അതായത് ഇലക്ട്രോകെമിസ്ട്രിയിൽ രണ്ട് തരം റിയാക്ഷനുകളാണ് കാണുന്നത്. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആകുന്നതും തിരിച്ച് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആകുന്നതും. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കുവാൻ സഹായിക്കുന്ന ഡിവൈസുകളാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലുകൾ. തിരിച്ച് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുവാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇലക്ട്രോകെമിക്കൽ സെല്ലുകൾ. ഇലക്ട്രോകെമിക്കൽ സെല്ലുകളിൽ ചില റിഡോക്സ് റിയാക്ഷൻ ഉപയോഗിച്ച് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഇലക്ട്രോലൈറ്റിക് സെൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ പറ്റി ഈ ചാപ്റ്ററിൽ വേറൊരു സ്ഥലത്ത് നമുക്ക് വിശദമായി പഠിക്കാം. നമുക്കിപ്പോൾ ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ പറ്റി പഠിക്കാം. ഇലക്ട്രോകെമിക്കൽ സെല്ലിന് ഗാൽവാനിക് സെല്ലെന്നും വോൾട്ടൈക് സെല്ലെന്നും അറിയപ്പെടുന്നു. ഇലക്ട്രോകെമിക്കൽ സെല്ലിന് ഒരു ഉദാഹരണമാണ് ഡാനിയൽ സെൽ. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ചാപ്റ്ററിൽ തുടർന്ന് ആവശ്യമുള്ളതിനാൽ നമുക്കതെന്താണെന്ന് നോക്കാം. ഡാനിയൽ സെല്ലില് രണ്ട് ഇലക്ട്രോഡുകളാണ് സിങ്കും കോപ്പറും. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനുമായും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുമായി കോണ്ടാക്റ്റിലാണ്. സിങ്ക് അയോണും കുപ്രിക് അയോണും തമ്മിൽ നടക്കുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ മൂലമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡാനിയൽ സെല്ലിന്റെ വർക്കിംഗ് ഒരു ആനിമേഷന്റെ സഹായത്തോടെ മനസ്സിലാക്കാം. രണ്ട് ബീക്കർ എടുക്കുക. ഒന്നിൽ 1 മോളാർ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും മറ്റേതിൽ 1 മോളാർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും എടുക്കുക. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഒരു സിങ്ക് റോഡും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഒരു കോപ്പർ റോഡും ഡിപ്പ് ചെയ്യുക. ഈ മെറ്റാലിക് റോഡുകളാണ് ഇലക്ട്രോഡുകൾ. ഈ ഇലക്ട്രോഡുകളെ ഒരു വോൾട്ട് മീറ്ററിലേക്ക് ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. രണ്ട് ബീക്കറുകളിലെയും സൊല്യൂഷന് ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. സോൾട്ട് ബ്രിഡ്ജിന്റെ രണ്ട് ഓപ്പൺ എൻഡുകളിലും കോട്ടൺ പ്ലഗ് ഉപയോഗിച്ച് അടയ്ക്കുക. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുകയും ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായി വോൾട്ട് മീറ്ററിൽ റീഡിംഗ് കാണുകയും ചെയ്യാം. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ സിങ്ക് റോഡിൽ നിന്നും കോപ്പർ റോഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു. കൺവെൻഷനലി ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇവിടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് കോപ്പർ റോഡിൽ നിന്ന് സിങ്ക് റോഡിലേക്കാണ്. സിങ്ക് റോഡിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നതിനാൽ അതിന് ആനോഡ് എന്നും കോപ്പർ റോഡിന് റിഡക്ഷൻ സംഭവിക്കുന്നതിനാൽ അതിന് കാഥോഡ് എന്നും പറയുന്നു. സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്കാണ് ഇലക്ട്രോൺസ് പോകുന്നതെന്ന് കണ്ടു. അതിനാൽ ഇവിടെ സിങ്ക് റോഡ് നെഗറ്റീവ് ടെർമിനലും കോപ്പർ റോഡ് പോസിറ്റീവ് ടെർമിനലും ആണ്. ഇവിടെ വോൾട്ട് മീറ്ററിന് പകരം ബൾബ് വെക്കുകയാണെങ്കിൽ അത് പ്രകാശിക്കുന്നത് കാണാം. ഡാനിയൽ സെല്ലിനെ പറ്റി ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. അടുത്തതായി സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്ന് നോക്കാം. ഇതൊരു യൂട്യൂബാണ്. ഈ യൂട്യൂബിൽ ഇനേർട്ട് ഇലക്ട്രോലൈറ്റായ സോഡിയം നൈട്രേറ്റോ പൊട്ടാസ്യം നൈട്രേറ്റോ അഗർ അല്ലെങ്കിൽ ജലാറ്റിനിൽ ഒരു സെമി സോളിഡ് പേസ്റ്റ് ആക്കി ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. സോൾട്ട് ബ്രിഡ്ജിന് പ്രധാനമായും രണ്ട് ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തത് രണ്ട് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെ മിക്സ് ചെയ്യാതെ ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ രണ്ട് ഹാഫ് സെല്ലുകളിലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഡാനിയൽ സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് നോക്കാം. സിങ്ക് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് 7(2+) അയോണായി മാറുന്നു. അതായത് സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സിങ്ക് ഇലക്ട്രോഡിന് ഓക്സിഡേഷന്റെ ഫലമായി ഇലക്ട്രോണുകൾ കിട്ടുന്നതിനാൽ നെഗറ്റീവ് ചാർജിന്റെ ഒരു സോഴ്സ് ആയത് ആക്ട് ചെയ്യുന്നു. സിങ്കിൽ നിന്നും വരുന്ന ഇലക്ട്രോണുകൾ കണക്റ്റിംഗ് വയർ വഴി
കോപ്പർ ഇലക്ട്രോഡിലേക്ക് എത്തുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനില് Cu2+ അയോൺസ് ഈ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി കോപ്പർ ഇലക്ട്രോഡിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കോപ്പർ ഇലക്ട്രോഡിൽ റിഡക്ഷൻ സംഭവിക്കുന്നതിനാൽ കോപ്പർ ഇവിടെ കാഥോഡായി ആക്ട് ചെയ്യുന്നു. ഡാനിയൽ സെല്ലില് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷനുകൾ ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ നെറ്റ് റിയാക്ഷനായി നമുക്ക് Zn+ Cu2+ gives Zn2+ Cu എന്ന് കിട്ടും. ഒരു ഡാനിയൽ സെല്ലില് കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ കണ്ടു. ഡാനിയൽ സെൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാം. സിങ്ക് റോഡിന്റെ വെയിറ്റ് കുറഞ്ഞു വരുന്നു. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ Zn2+ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു. കോപ്പർ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാൽ ആ ഇലക്ട്രോഡിന്റെ സൈസ് കൂടി വരുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ Cu2+ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നു. സിങ്ക് റോഡിൽ നിന്നും കോപ്പർ റോഡിലേക്ക് ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുന്നു. കറന്റ് ഫ്ലോ നടക്കുന്നത് കോപ്പറിൽ നിന്നും സിങ്കിലോട്ടാണ്. ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് നോട്ട് ചെയ്യാം. അടുത്തതായി ഒരു സെല്ലിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് കാണാം. ആനോഡ് ലെഫ്റ്റിലും കാഥോഡ് റൈറ്റിലുമാണ് എഴുതേണ്ടത്. ആനോഡ് സൈഡിൽ മെറ്റൽ എഴുതിയതിനു ശേഷമാണ് മെറ്റൽ അയോൺ എഴുതേണ്ടത്. കാഥോഡ് സൈഡിൽ മെറ്റൽ അയോൺ എഴുതിയതിനു ശേഷമാണ് മെറ്റൽ എഴുതേണ്ടത്. മെറ്റലിന്റെയും മെറ്റൽ അയോണിന്റെയും ഇടയിൽ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. രണ്ട് ഇലക്ട്രോഡുകളുടെയും ഇടയിൽ ഡബിൾ വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാം. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലില് ആനോഡും കാഥോഡും സെൽ നൊട്ടേഷനും അവിടെ നടക്കുന്ന റിയാക്ഷനുകളും തെറ്റാതെ ഓർത്തിരിക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. സോൾട്ട് ബ്രിഡ്ജിന്റെ ലെഫ്റ്റിൽ ആനോഡും റൈറ്റിൽ കാഥോഡുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആനോഡിലെ റിയാക്ഷൻ ഓക്സിഡേഷനും കാഥോഡിലെ റിയാക്ഷൻ റിഡക്ഷനുമാണ്. ആനോഡിന്റെ ചാർജ് നെഗറ്റീവും കാഥോഡിന്റെ ചാർജ് പോസിറ്റീവുമാണ്. ഈ ഓരോ പെയറുകളും ആൽഫബറ്റിക് ഓർഡറിലാണ് വരുന്നത്. അതായത് ലെഫ്റ്റ് കഴിഞ്ഞാണ് റൈറ്റ് വരുന്നത്. അതുപോലെ ആനോഡ് കഴിഞ്ഞാണ് കാഥോഡ് വരുന്നത്. ആൽഫബറ്റിക് ഓർഡറിൽ ഓക്സിഡേഷൻ കഴിഞ്ഞാണ് റിഡക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് കഴിഞ്ഞാണ് പോസിറ്റീവ് വരുന്നത്. ഇതിങ്ങനെ ഓർത്തു വെച്ചാൽ ആനോഡും കാഥോഡും ഓക്സിഡേഷനും റിഡക്ഷനും എല്ലാം തെറ്റാതെ നിങ്ങൾക്ക് എഴുതാം. ഇനി നമുക്ക് സെൽ നൊട്ടേഷനെ ബേസ് ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കൺസിഡർ ദ സെൽ റിയാക്ഷൻ Cu plus 2Ag plus gives Cu2 plus 2Ag. Which is the cathode and anode? Write the cathode and anode reactions. Write the cell notation. ഇവിടെ ഒരു നെറ്റ് റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും ആനോഡും കാഥോഡും തിരിച്ചറിയാൻ ഈ റിയാക്ഷനില് ഓക്സിഡേഷനും റിഡക്ഷനും എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇക്വേഷൻ നോക്കുമ്പോൾ Cu2+ ആയി മാറിയതായി കാണാം. അതായത് കോപ്പറിനിവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. അതുപോലെ Ag+ Ag ആയി മാറുന്നു, റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. അപ്പോൾ ഇവിടെ ആനോഡായി വരുന്നത് കോപ്പറാണ്. റിഡക്ഷൻ നടന്നത് സിൽവർ ഇലക്ട്രോഡിലാണ്. അപ്പോൾ കാഥോഡ് സിൽവർ ആണ്. അടുത്തത് കാഥോഡിലും ആനോഡിലും റിയാക്ഷൻസ് ആയിരുന്നു. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്. 2Ag+ രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് 2Ag ആയി മാറുന്നു. ആനോഡിൽ കോപ്പർ രണ്ട് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട് Cu2+ ആയി മാറുന്നു. അത് നമുക്ക് Cu gives Cu2+ 2 ഇലക്ട്രോൺ എന്ന് എഴുതാം. സെൽ നൊട്ടേഷനില് ആദ്യം എഴുതേണ്ടത് ആനോഡും പിന്നീട് എഴുതേണ്ടത് കാഥോഡുമാണ്. അതനുസരിച്ച് Cu സിംഗിൾ ലൈൻ, Cu2+ ഡബിൾ ലൈൻ, Ag+ സിംഗിൾ ലൈൻ Ag എന്ന് എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ സെൽ നൊട്ടേഷൻ Mg സിംഗിൾ ലൈൻ, Mg2+ ഡബിൾ ലൈൻ, Ag+ സിംഗിൾ ലൈൻ Ag. Which is the cathode and anode? Write the cathode and anode reactions. Write the net reaction. നമുക്കറിയാം സെൽ നൊട്ടേഷനിൽ ലെഫ്റ്റിൽ എഴുതുന്നത് ആനോഡാണ്. അപ്പോൾ ഇവിടെ ആനോഡായി വരുന്നത് മഗ്നീഷ്യം. റൈറ്റിൽ എഴുതുന്നത് കാഥോഡ്,
ഇവിടെ കാഥോഡ് സിൽവർ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്. Ag പ്ലസ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് Ag ആയി മാറുന്നു. ആനോഡിലെ റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. മഗ്നീഷ്യം 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് Mg2+ ആയി മാറുന്നു. അത് നമുക്ക് Mg gives Mg2++ 2 ഇലക്ട്രോൺ എന്ന് എഴുതാം. മഗ്നീഷ്യത്തിന് നഷ്ടപ്പെടുന്ന 2 ഇലക്ട്രോണുകൾ സ്വീകരിക്കാൻ 2 Ag+ ആവശ്യമായി വരുന്നു. അതാണ് നമ്മൾ കാഥോഡില് 2 Ag++ 2 ഇലക്ട്രോൺ ഗീവ് 2 Ag എന്ന് എഴുതിയത്. ഈ 2 ഇക്വേഷൻസും കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് റിയാക്ഷനായി Mg plus 2 Ag plus gives Mg2+ plus 2 Ag എന്ന് കിട്ടും. അടുത്തതായി ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യലിന് ഒപ്പോസ് ചെയ്ത് നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഡാനിയൽ സെല്ലിന്റെ EMF 1.1 വോൾട്ട് ആണെന്ന് നമുക്കറിയാം. ഇവിടെ 3 കേസുകളാണ് വരുന്നത്. എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 വോൾട്ടിനേക്കാളും കുറവ് വരുന്നത്. രണ്ടാമതായി എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 വോൾട്ടിന് തുല്യമാകുന്നത്. മൂന്നാമതായി എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 വോൾട്ടിനേക്കാൾ കൂടുതലായി വരുന്നത്. ഈ ഓരോ കേസിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ്, എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 വോൾട്ടിനേക്കാളും കുറവ് വരുന്നത്. ഡാനിയൽ സെൽ തുടർന്നും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇലക്ട്രോണുകൾ സിങ്ക് റോഡിൽ നിന്ന് കോപ്പറിലോട്ടും കറന്റ് ഫ്ലോ കോപ്പറിൽ നിന്ന് സിങ്കിലോട്ടുമായിരിക്കും. ആനോഡിലെ സിങ്ക് ഡിസോൾവ് ചെയ്യുകയും കാഥോഡിൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സെക്കൻഡ് കേസ്, എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 വോൾട്ടിന് തുല്യമാകുമ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫ്ലോയും കറന്റ് ഫ്ലോയും ഉണ്ടാകുന്നില്ല. തേർഡ് കേസ്, എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 വോൾട്ടിനേക്കാളും കൂടുതലാകുമ്പോൾ സെൽ റിയാക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുക. ഡാനിയൽ സെൽ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലായി മാറുന്നു. ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത് കോപ്പറിൽ നിന്ന് സിങ്കിലോട്ടും കറന്റ് ഫ്ലോ നടക്കുന്നത് സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടായിരിക്കും. സിങ്ക് ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും കോപ്പർ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷനിലോട്ട് പോകുന്നതും കാണാം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ പറ്റി വിശദമായി കണ്ടു. അടുത്ത ക്ലാസ്സിന് മുമ്പ് എല്ലാവരും ഈ ടോപ്പിക് നന്നായി മനസ്സിലാക്കി പഠിക്കണം.